ഈ ഇത് കണ്ടോ, അതേ പടുത മാറ്റി പിന്നത്തിലെ ചെളി കണ്ടോ? ഇത് കണ്ടോ, ഇത്രയും ഗപ്പി കുഞ്ഞുങ്ങളെ പിടിച്ചിട്ട് ഇനി ഇതിനകത്ത് കിടക്കുമോ? ഇത് കണ്ടോ, ഇവിടെ ഈ പുളി ഇത് ഈ മറ്റേ വെള്ളം രക്തം വെള്ളമാകുന്ന പുളിയില്ലേ, ചിലമ്പാമ്പുളി, ചിലിമ്പിപ്പുളി, അത് കിടക്കുന്നുണ്ട്. ഇതിനകത്ത് ഇനി മീനുണ്ട്. കണ്ടോ കണ്ടോ കണ്ടോ, ഓടുന്നുണ്ടോ? പെറ്റങ്ങ് പെരുകി കിടക്കുക. ഇതുണ്ട്, പെരുകി കിടക്കുക, ഇഷ്ടം പോലുണ്ട്. 5 മീനിനെയും കണ്ട ചേട്ടൻ കൊടുത്ത്, 5 മീനിനെയും കണ്ട, 5 ഗപ്പിയെ. അത് കിടന്ന് പെറ്റതാണ്. ഉണ്ടല്ലോ, മഴയായി കഴിഞ്ഞപ്പോൾ അതിനെ ശ്രദ്ധിക്കത്തൊന്നുമില്ലെന്ന്, ചുമ്മാ അതിവിടെ ഇങ്ങനെ കിടക്കുക. ചെറുക്കൻ ഞാൻ ചുമ്മാ ഇരുന്ന ദൈവദോഷമല്ലേ, പ്രാക്ക് കിട്ടത്തില്ലേ, അതാ ഇങ്ങനെ വെള്ളത്തിൽ അതെല്ലാം കിടന്ന് വെള്ളവും മാറാതെ ഈ കൊച്ചിനതൊന്ന്. ഇത് വലിയ കട്ടിപ്പണിയല്ലല്ലോ, എല്ലാവരും കിടന്ന് ഉറങ്ങുമോ? വീണയൊക്കെ ഉറക്കമാണ് ആ സമയത്ത്. ഇത് കണ്ടോ, മീനെ പെറുക്കിയെടുത്തിട്ട് അവരെ ആരെങ്കിലും വിളിച്ച് വെള്ളം കളയണം. നമുക്കിതെല്ലാം പെറുക്കിയെടുക്കാവേ. ഇതേ നമ്മൾ കുളം നല്ല ആ റീപ്പാപ്പെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതേ എന്നിട്ട് വെള്ളം ഇടുക, അകം നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അയ്യോ, എന്ത് ചെളിയായിരുന്നെന്നറിയോ? ഇതുണ്ടോ ചെളി വാരിയിട്ടേക്കുന്ന ഇല? ഇത് ഈ പുളിയുടെ ഇലയാണ്, ഈ പുളിയുടെ ഇല. ഈ പുളിയുടെ ഇലയായിരുന്നു. മീനെ കണ്ടോ? പീക്കരിയാ. ഞാൻ വേറൊരെണ്ണം കാണിക്കാവേ, വേറെ ഒരു കുളം കാണിക്കാവേ. കണ്ട, പോള നിറഞ്ഞ് കിടക്കുക. ഇതിനകത്ത് കുറച്ച് കല്ലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ, ആ കല്ലൊക്കെ മുന്നോട്ട് വാരിയിടാം. അല്ല, ഇനി മഴയല്ലേ, മഴ പെയ്താറുണ്ടല്ലോ അത് മുഴുവൻ ഒഴുകി ആ മഴവെള്ളത്തിൽ നിറഞ്ഞ് മൊത്തം മീനും പോവും. 5-6 എണ്ണേ ഉള്ളെങ്കിലും അത് മനസ്സിലായി, ജീവനല്ല ചേർത്ത. വെള്ളം വീഴട്ടെ. ഇതേ നമ്മൾ വെള്ളമെല്ലാം പിടിച്ചിട്ടുണ്ട്. കുറച്ച് ഇത്രയും വെള്ളം മതി. എന്നാന്നറിയാം, ഗപ്പിയല്ലേ, ഇത്രയും വെള്ളം മതി നമുക്ക്. ബാക്കി ഉണ്ണിമോനെ, ഉണ്ണിമോനെ, ഉണ്ണിച്ചോ, എനിക്ക് വയ്യേ കൊച്ചിനെ വിളിക്കാൻ. വെള്ളം ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനകത്ത് വെച്ചേക്കുന്ന ചെടിയാണ്. ഇതുണ്ട, കുറച്ച് ദിവസമായിട്ട് ഇത് വൃത്തിയാക്കണമെന്ന് ഓർക്കണം. മഴ കാരണമാണെങ്കിൽ ഈ കൊച്ചിനെ വിളിച്ചേ കൊച്ചു വരത്തി. ഇതേ നമ്മുടെ ഉണ്ണിച്ചൻ കൊണ്ടുവന്ന് അവൻ്റെ മീൻകുളം നടുക്ക് വെക്കും മോനെ. ഇനി ഇതിനകത്ത് പൊടിയും ചെളിയും വീഴുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. വൃത്തിയാക്കി വെക്കണ്ടേ കുഞ്ഞെ? അത് അതിനകത്തോട്ട് വെള്ളം പിടിക്കുക, കുറച്ച് നിറച്ചും പിടിക്കുക പൈപ്പിൽ നിന്ന്. അതിന് മീൻതീറ്റ തന്നെ അതിന് കൊടുക്കണം കേട്ടോ. ഇങ്ങോട്ട് നോക്കിയൊരു ഹായ് വെച്ചേ മോനെ, ഇങ്ങോട്ട് നോക്കി വെക്കേ. ആ മതി മോനെ, മതി മോനെ. എനിക്ക് എപ്പോൾ എടുത്ത് അങ്ങോട്ട് ഇട്ടേ മോനെ. ഞങ്ങൾ അയ്യോ ആ പാത്രത്തോടെ എടുത്ത് അങ്ങോട്ട് ഇട്ട് കുഞ്ഞ്, അങ്ങനെയൊക്കെ ഇട്ട് കാണിക്കാതെ. എന്ത് കാണിക്കുന്നേ?
ഈ കൊച്ച് കാണിക്കുന്ന വേലത്തരങ്ങൾ കണ്ടോ. ആ നമ്മുടെ ഉണ്ണിച്ചൻ്റെ പെതുക്കെ അങ്ങോട്ട് ഒഴിക്കും മോനെ. എല്ലാ മീനിനെ പെതുക്കെ അങ്ങോട്ട് ഒഴിക്കും. അത്രയും മതി വെള്ളം. അങ്ങോട്ട് ഒഴിച്ചോ. ആ മീനെല്ലാം നല്ല സന്തോഷത്തോടെ ഓടി നടക്കുന്നു. അയ്യോ, പൈപ്പ് നിർത്ത് മോനെ. ഇതെന്തോന്ന്, മീനുകളെല്ലാം ഓടി നടക്കുക. ഇതുണ്ടേ, അയ്യോ എന്ത് രസമുണ്ടല്ലേ. അയ്യോ പാവം. നല്ല വെള്ളം കണ്ടപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി. ഇതാണ് നമ്മുടെ ഉണ്ണിമോൻ്റെ മീൻകുളം. ഇത് നമുക്ക് പൈപ്പ് നിർത്താം. ഇതാണ് നമ്മുടെ മീൻകുളം എല്ലാം റെഡിയായി. മീനെല്ലാം എന്ത് ഓടിച്ചാടി നടക്കുക നോക്കി. എന്താ ഓടിച്ചാടി. അയ്യോ എന്ത് മീനാണ്. അയ്യോ കഷ്ടം. അപ്പോൾ നമ്മൾ ഉണ്ണിക്കുട്ടൻ്റെ മീൻകുളം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ഇടണം. ഇത് കണ്ടോ, അയ്യോ വരിയായിട്ട് പോവുക കണ്ടോ. അയ്യോ പാവം. ഇത്രയും ദിവസം അതിനെ കണ്ണ് കാണത്തില്ല എന്ന് തോന്നി. ചപ്പെല്ലാം അവിടെ കിടന്നിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മീൻകുളം. ടാറ്റ ബൈ ബൈ. ഇത് കണ്ടോ, അതായത് നമ്മൾ ഷീറ്റ് എടുത്ത് ഇങ്ങനെ വെച്ച് ഇതിനകത്തോട്ട് വെള്ളം ഇത് കണ്ടോ ഇവിടെ നിന്ന് വീഴാന്നത് വെള്ളത്തിന് കൊണ്ടാണ്. അപ്പോൾ ഇത് ഇവിടോട്ട് ഇങ്ങനെ ഇത് വെച്ച് നമ്മുടെ വീടൊക്കെ അല്ലല്ലോ, അമ്മയുടെ വീടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കുള്ള സ്ഥലത്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, ഇപ്പോൾ ഉള്ള ഇവിടൊക്കെ അല്ലേ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. ഇത് മുഴുത്ത മീൻ പോകുന്ന കണ്ടോന്നേ. അയ്യോ